സുഹൃത്തുക്കളെ നമസ്കാരം. ഗുജറാത്തിലെ മെസാന ജില്ലയിൽ ഗ്രാംഭാരതി എന്നൊരു വില്ലേജിലെ ചില കൃഷികളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരു 5 ഏക്കർ കൃഷിസ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പലതരം കൃഷിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരേക്കറിൽ അവർ ആമണക്ക് കൃഷി ചെയ്തിരിക്കുന്നു. ഇതുണ്ടോ, കേരളത്തിൽ ഈ വെറൈറ്റി കാണാൻ വളരെ കണ്ടിട്ടില്ല ഞാൻ. ഇത് വയലറ്റ് കളർ തണ്ട്, പൂക്കൾക്ക് ചുമന്ന കളറാണ്. കേട്ടോ, ചുമന്ന കളർ പൂവാണ്. ഇതിൻ്റെ എണ്ണയെടുത്ത് പല ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഗുജറാത്തിൽ വളരെ ധാരാളമായി ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. സാധനങ്ങൾ ഗ്രെയിൻസൊക്കെ, അരി ഗോതമ്പൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ആവണക്കിൻ്റെ എണ്ണയാണ് ഇവർ തേക്കുന്നത്. പിന്നെ അടുത്ത ഒരു കൃഷി ഇവർ ചെയ്തിരിക്കുന്നത് പുകയില. ഇത് ഏകദേശം 2 മാസം ആയതാണ്. 8-9 ഇലകളൊക്കെ വെച്ച് ഓരോ ചെടിയിലും ഉണ്ട് പുകയില. മണ്ണ് വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് മണ്ണാണ്. പിന്നെ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. 24 hours വെള്ളമുണ്ട്, പവർ സപ്ലൈ ഉണ്ട്, നിരപ്പായ ഭൂമിയാണ്. അതുപോലെ നമ്മളെ കേരളത്തിലെ കർഷകരെ പോലെ ഇവർക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ വേറൊരു ഏക്കറിൽ ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് പശുവിനും എരുമയ്ക്കൊക്കെ കൊടുക്കാനുള്ള ഒരു തരം പുല്ലാണ്. ഈ ഭാഗത്ത് ഇവർ തുടങ്ങിയിട്ടുള്ളൂ. ഒരു ഭാഗത്ത് നിന്ന് അവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുറ്റി ഇവിടെ നിർത്തിയിട്ടുണ്ട്. വെള്ളം ഊറ്റി കഴിയുമ്പോൾ വീണ്ടും ഈ കുറ്റിയിൽ നിന്ന് പുതിയ ചെടികൾ വളർന്നു വരും. അപ്പം ഇത് ഗോതമ്പല്ല, ഇതൊരു തരം പുല്ലാണ്. പശുവിനും എരുമയ്ക്കും കൊടുക്കുന്ന ഒരു തരം പുല്ലാണിത്. അടുത്ത കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകാണ്. ഇവിടെ ഒരേക്കറിൽ ഒരു കടുകിട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് ഗോതമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത നോക്കി, എന്ത് ഇളകിയ മണ്ണാണെന്ന്. കർഷകർക്ക് ഒരു കഷ്ടപ്പാടുമില്ല. ട്രാക്ടർ കൊണ്ടുവന്ന് ഉഴുതുന്നു, വിത്തിടുന്നു, വെള്ളം ഒഴിക്കുന്നു, മറ്റു ശല്യങ്ങളൊന്നുമില്ല. മിക്കവാറും സ്വന്തം പറമ്പിൽ, സ്വന്തം കൃഷിയിൽ ഉടമസ്ഥർ തന്നെയാണ് പണിയുന്നത്. 1-2 ഹെൽപ്പേഴ്സും കാണും. ഇവിടെ മുഴുവനും തുബാക്കയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണാം നമുക്ക് കടുക് കൃഷി ചെയ്തിരിക്കുന്നു. ഒരു സൈഡിൽ കടുക്, വേറൊരു സൈഡിൽ ഗോതമ്പ്. വിളവെടുപ്പ് പല സമയത്തായതുകൊണ്ട് ഗുജറാത്തിലെ കർഷകർക്ക് എപ്പോഴും പൈസ കിട്ടും. ഗോതമ്പിൻ്റെ സീസൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ കടുകിൻ്റെ സീസൺ കഴിഞ്ഞ് പുകയില. അങ്ങനെ ഓരോ മാസവും ഇവർക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ചില ചെടികൾക്കൊക്കെ ഭയങ്കര ആരോഗ്യമാണ്. ഇടയ്ക്ക് 1-2 എണ്ണം വളരെ മുരടിച്ചത് ആയിട്ട് 1-2 ഉള്ളൂ. ഒരെണ്ണം അവിടെ. ബാക്കിയെല്ലാം വളരെ നല്ല ആരോഗ്യത്തോടെ തളിർത്ത് വരുന്നുണ്ട്. ഇനി മുന്നിൽ കാണുന്നത് കടുക്. തമിഴ്നാട്ടിൽ വളരെ ധാരാളമായി കൃഷി ചെയ്യുന്നതാണല്ലോ. ഇവിടെ ഗുജറാത്തിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ ഇതിൻ്റെ കൃഷിയും വിളവെടുപ്പുമൊക്കെ. ഇതിലൊക്കെ ഏകദേശം വിത്ത് വന്നിട്ടുണ്ട്. ചിലയിടത്തൊക്കെ പൂക്കൾ ഇത് ഇനിയും കൊഴിഞ്ഞിട്ടില്ല. ഇവിടെ ഗോതമ്പ് കൃഷിയാണ്. ഇത് കേട്ടോ, ഗോതമ്പ് മണികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്.
എല്ലാ ചെടിയിലും ഗോതമ്പണികൾ വന്നു തുടങ്ങി. എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികളുണ്ടല്ലോ. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വരുമ്പോൾ ഒരു ടയർ കട കണ്ടു. അവിടെ നിർത്തിയ ടയർ കടയുടെ പുറകിലുള്ള മലയാളിയാണ് ടയർ കട നടത്തുന്നത്. ഒരു വയനാടുകാരൻ ഗോപിച്ചേട്ടനാണ്. പുള്ളിയുടെ കടയുടെ പുറകിലുള്ള കൃഷിയാണ് ഈ കാണുന്നത്. ഇവിടെ പലരുടെയും കൃഷിസ്ഥലം റോഡ് ടച്ചാണ്, മെയിൻ റോഡ് ടച്ചാണ്. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. സ്റ്റേറ്റ് ഹൈവേ ടച്ചാണ് പലരുടെയും കൃഷിസ്ഥലങ്ങൾ. ഇനി അടുത്ത ഒരു ഗുജറാത്ത് വിശേഷമായി വരുന്നവരെ ബൈ ബൈ, നമസ്കാരം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് എഴുതി അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.